ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മേക്കാസ് വ്ളോഗ്സ്. ഞങ്ങളൊരു യാത്രയിലാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ എടുക്കാൻ കുറച്ച് സമയം കിട്ടി. യൂട്യൂബിലേക്കുള്ളത് കിട്ടിയില്ല കേട്ടോ, കാരണം 2 തരത്തിൽ എടുക്കണമല്ലോ, അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറി. കുറച്ച് ലേറ്റായിട്ടാട്ടോ എത്തിയത്. നമ്മൾ വേഗം കയറി ഞങ്ങളങ്ങനെ ചെന്നൈയിലെത്തി. ഇനി 5 മണിക്കൂർ ഇഷ്ടം പോലെ സമയമുണ്ട്. ഒരു തിരക്കുമില്ല. 5 മണിക്കൂർ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം കേട്ടോ. പക്ഷേ ഒരു 3 hours എങ്കിലും ലേ ഓവർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഫ്ലൈറ്റ്സൊക്കെ അൺഎക്സ്പെക്റ്റഡ്ലി ക്യാൻസൽ ആവുക, റീഷെഡ്യൂൾ ആവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ലോഞ്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചെന്നൈ എയർപോർട്ടിൽ 5 മണിക്കൂർ കുറച്ച് അധികം ലാഗ് അടിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാമായിരുന്നു കേട്ടോ. സമയം ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകുന്നത് കുറച്ചൊരു അഡ്വഞ്ചറസ് ജേർണിക്കാണ്. ഒരുപാട് ട്രാവലുള്ള ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചതാണ്. കഴിഞ്ഞ ജാനുവരിയിൽ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രിപ്പാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ്സും നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പൈസ കൂടുതൽ, ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ ഫ്ലൈറ്റിന്, പക്ഷേ അത്രയും കൂടുതലില്ലാതെ കിട്ടി. പിന്നെ റിക്ലൈനറിൽ മാളുവും ഏട്ടനും കൂടെ ഞാനും കിടന്ന് കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ചെന്നൈയിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, റിക്ലൈനേഴ്സ് ഉണ്ട്. അവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പം കുറച്ച് നേരം ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ഇതായി. പിന്നെ മാളു ഉറക്കം വരാത്തത് കൊണ്ട് അച്ചയിട്ടിട്ട് ശരിയാക്കുന്നതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത്. അതിങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അവളെ നമ്മളെ കൊണ്ട് മൈൻഡ് ആക്കിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മേത്ത് കയറിയിരിക്കുകയും ഓരോന്നൊക്കെ പറയുകയും നമ്മളെ കുറച്ച് ഉപദ്രവിക്കും. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, ചില സമയത്ത് നമ്മളത് ഓക്കെ ആക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഈ പ്രായമാണ്, ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ ബോർഡിങ് വന്നു. നമുക്കിനി 3.5 hours ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു ഓഫ് ബീറ്റ്, അതായത് എല്ലാ ട്രാവൽ എന്തൂസിയാസ്റ്റിൻ്റെയും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ പോകണമെന്ന് വിചാരിക്കുന്ന സ്ഥലമായിരിക്കും. എനിക്ക് അങ്ങനെ അത്രയ്ക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എന്തായാലും ഈ സ്ഥലത്തൊന്ന് പോകണം, ഭയങ്കര നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അങ്ങനെ പിന്നെ മാളു കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് ജേണി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് നന്നായി. എന്തൊക്കെ എടുത്തു വെച്ചതെന്ന് ഞങ്ങൾ ഇപ്പോഴാട്ടോ കാണുന്നത്. കുറച്ചൊക്കെ അവൾ തന്നെ പാക്കിങ് ചെയ്തോട്ടെ എന്നുള്ള മട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കാറ്. കാരണം എല്ലാം നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ശരിയാവില്ലല്ലോ, വലുതായി വരികയല്ലേ. അപ്പോൾ സ്വയം പര്യാപ്തി ആവുക എന്നുള്ളതാണ് വീട്ടിലെ ഇപ്പോഴത്തെ മോട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ